അപ്പൊ തുടങ്ങാല്ലേ? ഹര ഹരോ ഹര. ഇനി MLA എന്നുള്ള നിലയിൽ അങ്ങോട്ട് പോവുക അത്ര എളുപ്പമായിരിക്കും. പ്രത്യേകിച്ച് BJP ആണ് അവിടെ നഗരസഭയിലെ മുഖ്യകക്ഷി. ദമു എന്ത് പറ്റിയടാ? ഒരു സംശയമില്ല, ജനങ്ങൾ ഇദ്ദേഹത്തെ ഇത്തരത്തിലുള്ള MLA-മാരെ കാണുന്നത് സ്വന്തം അമ്മമാർക്കും പെങ്ങന്മാർക്കും റോട്ടിലിറങ്ങി നടക്കാൻ പറ്റില്ല എന്ന് കഴിഞ്ഞാൽ അത് തെരുവിൽ ഞങ്ങൾക്ക് നേരിടേണ്ടി വരും. ഒരു സംശയവുമില്ല. പിന്നെ ശ്രീ കൂടെ 10-15 ശൈത്താന്മാരും കണ്ണീക്കിന് പൊന്നീറ്റ പറക്കണം. കോൺഗ്രസിന്റെ ഗതികേട് കൊണ്ടായിരിക്കും അദ്ദേഹം പറയുന്ന 3 തടസ്സവാദങ്ങൾ നോക്കൂ. ഒന്ന്, ശശി ഇങ്ങനെയാണ്, അത് കാരണം രാഹുലും ഇങ്ങനെയാവും. അതായത് അയൽവക്കത്തെ വീട്ടിലേക്ക് നടന്നിട്ടുണ്ട്, വരൂ എന്റെ വീട്ടിലേക്കും ഞാനും അനുഭവിക്കാൻ തയ്യാറാണ് എന്ന് പറഞ്ഞതുപോലെയാണ് ഇത്. കേൾക്കുന്നവർക്കും കോൺഗ്രസ്സുകാർക്കും കോൺഗ്രസ്സായ സ്ത്രീകൾക്കും എന്ത് തോന്നിക്കറിയില്ല. അടുത്ത അദ്ദേഹം 2 പ്രാവശ്യം പറഞ്ഞു പോയി ചത്തുടടാ. നവീകരിക്കപ്പെടുവാൻ വേണ്ടിയിട്ട് രാഹുലിനെ വിട്ടുകൊടുത്തു. എന്റെ ദൈവം ഇങ്ങനെ വിട്ടപ്പോഴാണ് ഈ നവീകരിച്ച് കേരളത്തിലെ സംസ്ഥാനത്തെ പല നേതാക്കളുടെ വീട്ടിൽ കയറി നവീകരിക്കപ്പെട്ടത്. കഥയൊന്നും പറയണ്ട. പിന്നെ FIR സ്വന്തം വീട്ടിൽ കയറി ഒരുത്തം വേഷത്തിനെ കാണിച്ച FIR നോക്കിക്കോ. നിങ്ങൾ FIR ഞങ്ങളൊക്കെ വേറെ രീതിയിൽ ഹാൻഡിൽ ചെയ്യുള്ളൂ. സ്വന്തം വീട്ടിൽ കയറി നിങ്ങൾക്കത് സ്വന്തമായിട്ട് വിഷമില്ലാത്തതുകൊണ്ടാ. സ്വന്തം വീട്ടിലാ ചെയ്തിരുന്നെങ്കിൽ അനൂപ് ഇങ്ങനെ സംസാരിക്കില്ലായിരുന്നു, ഇടപെട്ടേനെ. ആ FIR കാത്തിരിക്കില്ലായിരുന്നു. KPCC പ്രസിഡന്റിന്റെയും പ്രതിപക്ഷ നേതാവിന്റെയും തീട്ടൂരത്തിന് കാത്തിരിക്കില്ലായിരുന്നു. ആണുങ്ങളെ പോലെ പ്രതികരിച്ചേനെ. അത് അച്ഛന്റെയും അമ്മയുടെയും വിഷമം മനസ്സിലാത്താണ്. പെൺകുട്ടികളുള്ള വീടിന്റെ വിഷമം മനസ്സിലാവാഞ്ഞിട്ടാണ് ആ ഭീതി, ആ കുടുംബത്തിനുള്ള ഇതുവരെയുള്ള നാണക്കേട് മാനക്കേട് ഓർത്തിട്ട് അവർ FIR ഇട്ടില്ലെങ്കിൽ അതിന്റെ പേരിൽ നിങ്ങൾ ഒരു MLA സംരക്ഷിക്കുവാനും നിങ്ങൾക്ക് ഭീഷണി ഉണ്ടാകുന്ന അത്തരം മുഖങ്ങളെ വെച്ച് വാഴിക്കാനുമാണ് നിങ്ങളുടെ ശ്രമമെങ്കിൽ ഒരു സംശയവുമില്ല, കേരളത്തിലെ ജനങ്ങൾ മറക്കില്ല, പൊറുക്കില്ല. നിങ്ങൾക്ക് കിട്ടുന്ന ഏറ്റവും വലിയ രാഷ്ട്രീയമായ തിരിച്ചടിയായിരിക്കും. ഒരു സംശയവുമില്ല. ഇത്രയും വലിയ ഗതികെട്ടവൻ ഈ ലോകത്ത് വേറെ ആരെങ്കിലും ഉണ്ടാവും എന്റെ കർത്താവേ? പ്രശ്നമാണ് കേരളത്തിലെ പാവപ്പെട്ട സ്ത്രീകളുടെ കണ്ണീരിന്റെ പ്രശ്നമാണ്, വിഷമത്തിന്റെ പ്രശ്നമാണ്. ശാപം നിങ്ങൾ വിട്ടുമാറില്ല അനൂപേ ഈ കോൺഗ്രസിന്റെ. ഒരു സാധാരണ പ്രശ്നമല്ല. എത്ര കോൺഗ്രസ് നേതാക്കളെ, പാവപ്പെട്ട കോൺഗ്രസ് നേതാക്കളെ അച്ഛന്മാർ കരഞ്ഞുകൊണ്ടായിരിക്കണത്. അവരുടെ വേദന ഇവർ കാണണ്ടേ? ആ പിതാവിന്റെ വേദന കാണണ്ടേ? സ്വന്തം വീട്ടിലേക്ക് വന്നിട്ടില്ല എന്നല്ലേ ഉള്ളൂ ഈ ഒരു എന്താ പറയാ, ഈ ഏറ്റവും മൃഗതുല്യനായ ഈ മനുഷ്യൻ. എത്ര മോശം അഭിപ്രായം കുടുംബത്തെ പറ്റി നാട്ടുകാർക്ക് ഇത് പെരുമാറിയിട്ടുള്ളത്. എന്നിട്ട് ഇതൊന്നും ഞങ്ങൾ അറിഞ്ഞില്ല, അറിഞ്ഞപ്പോൾ നടപടിയെടുത്തു എന്നുള്ളത് എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഇതൊന്നും ഒരു രാഷ്ട്രീയമായ എക്സ്പ്ലനേഷൻ ആണെന്ന്. ഇത് ഭീഷണിയുടെ പുറത്താണ്, സീരിയസ് ആയ ഭീഷണിയുണ്ട്. സ്നേഹത്തിന്റെ കട തുറക്കുമെന്ന് ഇവരൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചില്ല ഇത്രയേറെ വിപുലമായ രീതിയിലൊരു സ്നേഹത്തിന്റെ കട ഇവരൊക്കെ യൂത്ത് കോൺഗ്രസ്സുകാർ തുറന്നു കളയുമെന്ന് ഞാനൊന്നും ഓർത്തില്ല. ഭയന്നു പോയി. ഒരു കാര്യം ഉറപ്പാണ്, ഭരണഘടന മാത്രമല്ല നിങ്ങൾ ഉയർത്തിപ്പിടിച്ചിരിക്കേണ്ടത്. ഭരണഘടന മാത്രമല്ല, നിങ്ങൾ ഇടയ്ക്കെങ്കിലും കൂടെ നടക്കുന്ന സഹപാഠികളുടെ, സ്ത്രീകളുടെ അന്തസ്സും ആഭിജാത്യവും ഉയർത്തിപ്പിടിക്കുവാനും അവർക്ക് വേണ്ടിയിട്ട് പടപൊരുതാനും എന്തെങ്കിലും തയ്യാറാവണം. ഇത്തരത്തിലുള്ള ഈ മൃഗതുല്യരായ ഈ മനുഷ്യരെ പാർട്ടി ഓഫീസിലെന്നല്ല പുറത്തേക്ക് ഇറത്തരുത് എന്ന് കോൺഗ്രസ്സുകാർ പറയണം. നിങ്ങളുടെ കൂടെ മിണ്ടാൻ പറ്റാതെ നിൽക്കുന്നതിന് ഞങ്ങളുടെ നാട്ടിൽ എന്താ പറയാന്നറിയോ? അണ്ണാക്കിലെ പിരിവെട്ടി. ഞങ്ങൾ ഒരു സംശയവുമില്ല, ഇത്തരത്തിലുള്ള സ്ത്രീ വിരുദ്ധ MLA-മാരെ റോട്ടിലേക്ക് കാണുവാൻ ജനങ്ങൾ ആഗ്രഹിക്കുന്നില്ല. അത് പോലീസ് സ്റ്റേഷനിൽ പരാതി ഉണ്ടായിരുന്നോ അല്ലെങ്കിൽ പരാതി എഴുതി കൊടുത്ത എന്നുള്ളതല്ല. ഈ പെൺകുട്ടികൾ നിറ കണ്ണോടെ പറഞ്ഞ കാര്യം ഡിജിറ്റൽ തെളിവായിട്ട് ടെലിവിഷൻ മാധ്യമങ്ങൾക്ക് മുമ്പിൽ ഇതിലും കൂടുതൽ ആ പെൺകുട്ടികൾ എന്ത് പറയാനാ? ഇതിലും കൂടുതൽ ആ പെൺകുട്ടികൾ എന്ത് പറയാനാ? ഞങ്ങളുടെയൊക്കെ വീട്ടിലായിരുന്നെങ്കിൽ ഇതൊന്നും പുറത്തിറങ്ങി നടക്കില്ലായിരുന്നു. ഒരു സംശയമില്ല. ഇപ്പൊ നല്ല പാവപ്പെട്ടവർ, അവർക്ക് ചിലപ്പോൾ പറ്റിയിട്ടില്ല. പക്ഷേ ഒരു സംശയവുമില്ല, ഇവർക്ക് പ്രതികരിക്കാൻ BJP ഉണ്ടാകും. ഈ പെൺകുട്ടികളുടെ കരച്ചിൽ പാഴായി പോവില്ല. ഞങ്ങൾ നടപടിയെടുക്കും. അല്ലെങ്കിൽ നിങ്ങൾ ചെയ്തില്ലെങ്കിൽ, പോലീസ് നടപടിയെടുത്തില്ലെങ്കിൽ ഒരു സംശയമില്ല, അതിന് കഴിവുള്ള പ്രവർത്തകർ BJP-യിലുണ്ട്, യുവമോർച്ചയിലുണ്ട്. ഒരു സംശയമില്ല, ഇത്തരം ഈ കോൺഗ്രസിലാണെങ്കിൽ പോലും ആ പെൺകുട്ടികളുടെ കരച്ചിൽ പാഴായി പോവില്ല എന്ന് ഞാൻ ഉറപ്പു തരാൻ ആഗ്രഹിക്കും. ശരി, അവിടെ പിന്നെ നമ്മുടെ മാതിരി 1-2 ആൾക്കാരെ തല്ലിക്കൊള്ളാന്നല്ല, ഇത്ര സ്ക്വയർ ഫീറ്റിലേക്കാണ് എല്ലാവരും തല്ലിക്കൊള്ളാന്നാണ് അവരെടുക്കുന്ന കൊട്ടേഷൻ. അതുകൊണ്ട് ഇങ്ങോട്ട് കിട്ടിയില്ല എനിക്ക് ആരും അറിയണ്ട. ബാ അനിയാ പോട്ടെ, അമ്പിമനെ പോട്ടറാ സാറേ, ഒന്നും വിചാരിക്കില്ലേ മക്കളെ, മാമനോടൊന്നും തോന്നല്ലേ?